നഴ്സിംഗ് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നും വേണ്ട, പക്ഷെ സാമാന്യ യുക്തി നിർബന്ധമാണ്. ഫസ്റ്റ് സെമസ്റ്ററിൽ 4 വലിയ വിഷയങ്ങൾ, 50ലധികം ചാപ്റ്ററുകൾ, പക്ഷെ കിട്ടുന്നതോ വെറും 4-5 മാസം. കണക്ക് കൂട്ടി നോക്കിയാൽ എല്ലാം പഠിച്ചു തീർക്കുക എന്നത് അസാധ്യമാണ്. എല്ലാം പഠിക്കാൻ ശ്രമിച്ച് ഒന്നും കൃത്യമായി ഓർമ്മയില്ലാതെ പരീക്ഷ എഴുതാൻ പോകുന്നതാണ് ഭൂരിഭാഗം പേരും ചെയ്യുന്ന തെറ്റ്. അവസാനം ടെൻഷൻ അടിച്ച് അറിയാവുന്നത് കൂടി മറന്നു പോകുന്നു. ഇവിടെയാണ് നിങ്ങൾ ലോജിക് ഉപയോഗിക്കേണ്ടത്. നഴ്സിംഗ് എക്സാമുകൾ 80/20 റൂൾ പ്രവർത്തിക്കുന്നുണ്ട്. അതായത് സിലബസിലെ 20% വരുന്ന അതിപ്രധാനമായ ഭാഗങ്ങളിൽ നിന്നാണ് 80% ചോദ്യങ്ങളും വരുന്നത്. ഈ കോർ ടോപ്പിക്സ് തിരിച്ചറിഞ്ഞ് അതിൽ മാസ്റ്റർ ആവുക എന്നതാണ് ജയിക്കാനുള്ള തന്ത്രം. ബാക്കിയുള്ള സമയം കൊണ്ട് മാത്രം മറ്റു കാര്യങ്ങൾ വായിച്ചു നോക്കുക. ഇതാണ് സ്മാർട്ട് സ്റ്റഡി. ഹോസ്പിറ്റലിലും ഈ ലോജിക് ഉണ്ട്. എല്ലാ മരുന്നുകളും നമ്മൾ എപ്പോഴും ഉപയോഗിക്കാറില്ല. നിത്യജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന മരുന്നുകളും പ്രൊസീജിയറുകളും നമ്മൾ ആദ്യം പഠിക്കേണ്ടത്. ഇത് തന്നെയാണ് പരീക്ഷയിലും ചോദിക്കുന്നത്. പക്ഷെ സിലബസിലെ ആ 20% വരുന്ന കോർ ടോപ്പിക്സ് എന്തൊക്കെയാണെന്ന് എങ്ങനെ തിരിച്ചറിയും? അത് കണ്ടുപിടിക്കാൻ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ചില സൂചനകളുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിളായി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് കമന്റ് ചെയ്യും.